ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലോം ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചനത്തിൽ പങ്കുചേർന്ന് നമുക്കും അനുഗ്രഹീതരാകാം. വെളിപാട് പുസ്തകം 3-ാം അധ്യായം 2-3 തിരുവചനങ്ങൾ. ഉണരുക, നിന്നിൽ ആസന്നമായി അവശേഷിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക. എന്തെന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നിൻ്റെ പ്രവൃത്തികൾ പൂർണ്ണമായും നിർവഹിക്കപ്പെട്ടതായി ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് നീ സ്വീകരിച്ചതും കേട്ടതും എന്തെന്ന് അനുസ്മരിച്ച് അത് കാത്തു സൂക്ഷിക്കുകയും അനുദപിക്കുകയും ചെയ്യുക. നീ ഉണരുന്നില്ലെങ്കിൽ ഞാൻ കള്ളനെപ്പോലെ വരും. ഏത് സമയത്താണ് ഞാൻ നിന്നെ പിടികൂടുക എന്ന് നീ അറിയുന്നില്ല. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, ഈ ദൈവവചന ഭാഗം നമ്മളോട് ആവശ്യപ്പെടുന്നത് ജീവിതത്തിൽ ഉണർവോടെ ജാഗ്രതയോടെ വർത്തിക്കുക. ഉറങ്ങി സുഖലോലുപതയിലും അധ്യാസക്തിയിലും ജീവിത വ്യഗ്രതകളിലും മുഴുകിക്കിടന്ന് ഉറങ്ങി ജീവിച്ചാൽ കർത്താവിൻ്റെ വരവ് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയാത്ത വിധം നമ്മൾ പരാജയപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. വെളിപാട് പുസ്തകം 16-ാം അധ്യായം 15-ാം തിരുവചനം ഇപ്രകാരമാണ്: ഇതാ ഞാൻ കള്ളനെപ്പോലെ വരുന്നു. നഗ്നനായി മറ്റുള്ളവരുടെ മുമ്പിൽ ലജ്ജിതനായി തീരാതെ വസ്ത്രം ധരിച്ച് ഉണർന്നിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. വിശുദ്ധിയുടെ, നന്മയുടെ, കാരുണ്യത്തിൻ്റെ, കരുതലിൻ്റെ, സാഹോദര്യത്തിൻ്റെയൊക്കെ വസ്ത്രം ധരിച്ച് ഉണർവോടെ ജാഗ്രതയോടെ ഉണർന്നിരിക്കണമെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവവചനത്തിന് യോഗ്യമായിട്ട് ജീവിക്കാനായിട്ട് കഴിയണം. ചില നിലപാടുകൾ എടുക്കുമ്പോൾ ജാഗ്രതയുള്ളവരായിരിക്കാനായിട്ട് നമുക്ക് കഴിയണം. കള്ളനെ പോലെയാണ് കർത്താവ് നമ്മുടെ ജീവിതങ്ങളിൽ കടന്നു വരുന്നത്. പലരും വിചാരിക്കും ഒരു കുഴപ്പവുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല, അതുകൊണ്ട് ഏത് രീതിയിൽ വേണമെങ്കിലും ജീവിക്കാം, എന്ത് തോന്നിയവാസവും കാണിക്കാം, ആരെയും ചതിക്കാം, ആരുടെ നേരെയും വെല്ലുവിളിക്കാം, ഈ ഭൂമിയിൽ എത്ര വർഷം വേണമെങ്കിലും എനിക്ക് ജീവിക്കാൻ കഴിയുമെന്നുള്ള മൗഢ്യമായ ചിന്ത ഒരുവൻ്റെ ഉള്ളിൽ നിറയുമ്പോൾ അവൻ ജാഗ്രത നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് കടന്നു പോകും. ജീവിതത്തിൻ്റെ നൈമിഷികത തിരിച്ചറിയുന്ന വ്യക്തിയാണ് ജാഗ്രതയുള്ളവനായിട്ട് മാറുന്നത്. നമുക്കറിയാവുന്നതാണ്, ഡോക്ടർ ഒരു രോഗിയോട് പറയുകയാണ് ഇനി കുറച്ച് നാളേ ഉള്ളൂ ജീവിതം എന്ന് പറയുമ്പോൾ അവൻ കൂടുതൽ ജാഗ്രതയുള്ളവനായിട്ട് മാറും. അവൻ കൂടുതൽ തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഇതെല്ലാം ഒരു കുഴപ്പവുമില്ല. ജീവിതത്തിൻ്റെ ആ അന്ത്യത്തെ മനസ്സിലാക്കാതെ കർത്താവ് ഏത് നിമിഷവും എൻ്റെ ജീവിതത്തിൽ കടന്നു വരാം, ഈ ജീവിതത്തിന് അവൻ ഉത്തരം ചോദിക്കും, ഈ ജീവിതം നൽകിയ ദൈവം, ഈ ദാതാവ് നമ്മുടെ ജീവിതത്തിൻ്റെ ആ ലക്ഷ്യത്തെയും ആ ജീവിതം നമുക്ക് നൽകിയ ആ മഹത്വത്തെയും തിരിച്ചറിയാതെ ജീവിച്ചാൽ കണക്ക് ചോദിക്കുമെന്നുള്ള ചിന്തയുള്ളവൻ എല്ലാ കാര്യത്തിലും ജാഗ്രത പുലർത്താനായിട്ട് ശ്രമിക്കും. സുഭാഷിതങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 23-ാം തിരുവചനത്തിൽ വചനം ഇപ്രകാരമാണ്: നിൻ്റെ ഹൃദയത്തെ ജാഗ്രതയോടെ കാത്തു സൂക്ഷിക്കുക, ജീവൻ്റെ ഉറവകൾ അതിൽ നിന്നാണല്ലോ ഒഴുകുന്നത്. തുടർന്ന് വചനം വീണ്ടും പറയുകയാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 24-ാം തിരുവചനം: വക്രമായ സംസാരം നിന്നിൽ നിന്ന് അകറ്റി കുടില ഭാഷണത്തെ ദൂരെ അകറ്റുക. ചില കാര്യങ്ങളിൽ ഏതൊക്കെ തലങ്ങളിലാണ് ജാഗ്രത എന്ന് നമ്മളൊന്ന് ഈ വചനം തിരുവചനത്തിലൊന്ന് ധ്യാനിക്കാം. ഒന്നാമത് നമ്മുടെ ഹൃദയത്തെ ജാഗ്രതയോടെ കാത്തു സൂക്ഷിക്കണം. ജാഗരൂകതയുണ്ടായിരിക്കണം ഹൃദയത്തിൽ മ്ലേച്ഛതയും മൗഢ്യതയും ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളുമൊക്കെ ഹൃദയത്തിൽ നിറച്ചു വച്ചാൽ അത് നമ്മുടെ ജാഗ്രത നമുക്ക് നഷ്ടമാകും. ഹൃദയത്തിൽ എപ്പോഴും ഒരു ജാഗ്രത ഉണ്ടായിരിക്കണം. നന്മ മാത്രമേ ഹൃദയത്തിൽ നിറച്ചു വയ്ക്കാവൂ. നന്മയുടെ വാക്കുകൾ, നല്ല ചിന്തകൾ, മറ്റുള്ളവർക്ക് നന്മ കൊടുക്കണമെന്നുള്ള ആഗ്രഹം, ഇതൊക്കെ ഹൃദയത്തിൽ നിറച്ചു വയ്ക്കണം. ഈശോ തന്നെ പറയുന്നുണ്ടല്ലോ, ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണ് അധരങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹൃദയത്തെ ജാഗ്രതയോടെ സൂക്ഷിക്കണം. വായിൽ നിന്ന് പുറത്ത് വരുന്ന വാക്കുകളുടെയൊക്കെ അടിസ്ഥാനമെന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിലെ നിക്ഷേപമാണെന്ന് തിരിച്ചറിയണം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 44 വചനം പറയുകയാണ്: അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കണം, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത്. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, പ്രതീക്ഷിക്കാത്ത മണിക്കൂറിൽ
മനുഷ്യപുത്രൻ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ 10 കന്യകമാരെക്കുറിച്ചുള്ള ഒരു ഉപമ ഈശോ പഠിപ്പിക്കുന്നുണ്ട്. 10 കന്യകമാർ മണവാളനെ എതിരേൽക്കുവാനായിട്ട് അവർ താല്പര്യത്തോടെ പോയതാണ്. എന്നാൽ അവർ ഒരുക്കമില്ലാത്തവരായിട്ട് മാറി, ജാഗ്രതയില്ലാത്തവരായിട്ട് മാറി. അതിൽ 5 കന്യകമാർ വിവേകശൂന്യരായി. അവർ എണ്ണയെടുക്കാതെ, ജീവിതത്തിൽ ആവശ്യമായ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ, അവരവരുടെ ഒഴുക്കിനൊത്ത് ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് 5 പേരും പോയി. അവിടെ അവർ 5 പേര് പരാജയം ഏറ്റുവാങ്ങുകയാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്ന ലോകത്തിലും പലരും ഇന്ന് അവരുടേതായിട്ടുള്ള ശൈലിയിലും മനോഭാവങ്ങളിലും ജീവിക്കുന്നവരെ കാണാനായിട്ട് പറ്റും. ജീവിത ലക്ഷ്യം ഇല്ലാതെ ജീവിക്കുന്നവരെ കാണാനായിട്ട് പറ്റും. ഈ ഭൂമിയിൽ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ പോലും അത് ചിന്തിക്കാതെ ജീവിക്കുന്നവരെയും നമുക്ക് കാണാനായിട്ട് പറ്റും. പക്ഷേ നമ്മുടെ ജീവിതം അപ്രകാരമായിരിക്കരുത്. നമ്മുടെ ജീവിതത്തിനൊരർത്ഥമുണ്ട്, ലക്ഷ്യമുണ്ട്. അതുകൊണ്ട് ജാഗ്രതയോടെ നമ്മൾ വർത്തിക്കണം. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാക്കുകൾ ഈ ജാഗ്രത പുലർത്താനായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്നതായിരിക്കണം. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 41 പറയുന്നുണ്ട്, പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ, ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. രണ്ടാമത് വേണ്ട ജാഗ്രത എന്ന് പറയുന്നത് പ്രാർത്ഥനയിൽ ഒരു ജാഗ്രത നമുക്കുണ്ടായിരിക്കണം. ഇന്ന് പ്രാർത്ഥനാ ജീവിതത്തിൽ ജാഗ്രത കുറഞ്ഞു വരികയാണ്. പലരും ഇന്ന് കുടുംബ പ്രാർത്ഥനകൾ പോലും മുടങ്ങാതെ നടത്താനായിട്ടുള്ള താല്പര്യം കുറഞ്ഞു വരുന്നത് കാണാൻ സാധിക്കും. തിരക്കുകൾ മൂലം, ലോകത്തിലെ കാര്യങ്ങൾ വർദ്ധിക്കുന്നതനുസരിച്ച്, തിരക്കുകൾ വർദ്ധിക്കുന്നതനുസരിച്ച്, ഉത്തരവാദിത്തങ്ങൾ കൂടുന്നതനുസരിച്ച് പ്രാർത്ഥനയെ ഒഴിവാക്കാനാണ് പലരും ശ്രമിക്കുന്നത്. പ്രാർത്ഥന ഒഴിവാക്കാതെ പ്രാർത്ഥനയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുത്ത് ജീവിതത്തെ ക്രമപ്പെടുത്തി ജാഗ്രതയോടെ നയിക്കേണ്ട ജീവിതം ഇന്ന് മനുഷ്യൻ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ മറ്റ് കാര്യങ്ങൾക്ക് ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് പ്രാർത്ഥനയുടെ കാര്യത്തിലുള്ള ജാഗ്രത ഇന്ന് കുറഞ്ഞു വരികയാണ്. പത്രോസ്ലീഹയുടെ 1-ാം ലേഖനത്തിൽ 4-ാം അധ്യായം 7 പറയുന്നുണ്ട്, സകലത്തിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു, ആകയാൽ നിങ്ങൾ സമചിത്തരും പ്രാർത്ഥനയിൽ ജാഗരൂകരും ആയിരിക്കുവിൻ. പ്രിയമുള്ളവരെ, നമ്മൾ സമചിത്തരും പ്രാർത്ഥനയിൽ ജാഗരൂകരുമായിരിക്കണം. എനിക്കറിയാവുന്ന ഒരു ഡോക്ടറിൻ്റെ ജീവിതാനുഭവം ഒന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഡോക്ടറിൻ്റെ ഭാര്യയും ഡോക്ടറാണ്. 2 പേരും ഡോക്ടർമാരാണ്. 2 പേർക്കും നല്ല ജോലി നിലവാരമുണ്ട്. അതോടൊപ്പം തന്നെ മക്കളുമുണ്ട്. അപ്പോൾ 3 മക്കൾ അവരുടെ കുടുംബത്തിലുണ്ട്. മക്കളൊക്കെ ചെറുപ്രായമായിരിക്കുകയാണ്. അവർ 4-ാം ക്ലാസ്സിലും 3-ാം ക്ലാസ്സിലും അതുപോലെ 2-ാം ക്ലാസ്സിലുമൊക്കെ പഠിക്കുന്ന ആ സ്റ്റാൻഡേർഡുകളിൽ പഠിക്കുന്ന മക്കളാണ്. ഈ ഡോക്ടർ 2 പേരും തിരക്കായതുകൊണ്ട് ഇവരെപ്പോഴും ഈ തിരക്കിൻ്റെ ഇതിൽ അടിമപ്പെട്ടു പോയി. കുറേ നാൾ അവർക്ക് പ്രാർത്ഥിക്കാനായിട്ട് കഴിയാത്ത വന്ന അവസ്ഥയായി. വീട്ടിൽ വല്ലാത്ത പ്രശ്നം, വീട്ടിൽ അല്ലാത്ത അസ്വസ്ഥതകൾ ഇവരുടെ ജീവിതത്തിൽ കടന്നു വന്നു. ഡോക്ടറിന് കുറേ നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു അസ്വസ്ഥത. അദ്ദേഹത്തിൻ്റെ ആ ക്ലിനിക്കിൽ പോലും അദ്ദേഹത്തിന് പോകാൻ പറ്റാത്തൊരവസ്ഥയായി. കാരണം തിരക്കുകളുടെ ലോകത്തിൽ അടിമപ്പെട്ട് കഴിഞ്ഞപ്പോൾ പ്രാർത്ഥനയെപ്പോലും മറക്കാനായിട്ട് ഇടയായി. ക്രിസ്തീയ കുടുംബമാണ്. ആദ്യ നാളുകളിലൊക്കെ പ്രാർത്ഥിച്ച് പോയിക്കൊണ്ടിരുന്ന ജീവിതം തിരക്കുകൾ വന്നപ്പോൾ ഡിസ്പെൻസറിയിലെ കാര്യങ്ങൾ, അതുപോലെ ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ 2 പേർക്കും തിരക്കായി. 2 പേരും വ്യത്യസ്തങ്ങളായ രീതിയിൽ സേവനം ചെയ്തുകൊണ്ട് ഇങ്ങനെ ഓടി നടക്കുന്ന ഒരു കാലത്ത് ഇവരറിയാതെ പ്രാർത്ഥനകൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് അകന്നുപോയി. പ്രാർത്ഥിക്കാൻ പോലും, കുടുംബ പ്രാർത്ഥന പോലും നഷ്ടപ്പെട്ടൊരവസ്ഥയായി. 1 വർഷത്തിലേറെയായി കുടുംബ പ്രാർത്ഥന നടന്നിട്ട് ആ ഭവനത്തിൽ. പ്രിയമുള്ളവരെ, ആ കുടുംബത്തിൽ വലിയൊരു തകർച്ച കടന്നു വരാനായിട്ടിടയായി. മാനസികമായൊരു അസ്വസ്ഥതയ്ക്ക് ഡോക്ടർ അകപ്പെട്ടുപോയി. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ഭയം ഉള്ളിൽ ഉരുണ്ടുകൂടി. അദ്ദേഹത്തിന് തന്നെ വല്ലാത്തൊരു അസ്വസ്ഥത, സ്വന്തം കാര്യങ്ങൾ, ഡിസ്പെൻസറിയിൽ ചെന്ന് രോഗികളെ നോക്കാൻ പോലും കഴിയാത്ത വിധമുള്ള ആകുലതയ്ക്കും ഉത്കണ്ഠയ്ക്കും അടിമപ്പെടാനായിട്ടിടയായി. മദ്യപിക്കാത്തതായതുകൊണ്ട്, കാരണം മറ്റുള്ളവരെന്ത് ചെയ്യും, ഈ പ്രശ്നം വരുമ്പോൾ മദ്യപാനത്തിന് അടിമപ്പെട്ട് പിന്നെ വീണ്ടും ദുരിതത്തിൽ അകപ്പെടും. പക്ഷേ ഈ ഡോക്ടർ ഇതിലൊന്നും താല്പര്യമില്ലാത്ത വ്യക്തിയായതുകൊണ്ട് ഇദ്ദേഹം വളരെ അസ്വസ്ഥനായി വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടുന്ന ഒരു അവസ്ഥയായി. ഈ ഒരു അവസ്ഥയിലാണ് പ്രാർത്ഥിക്കുന്ന ഒരു വൈദികനുമായിട്ടൊരു ബന്ധമുള്ളത് കൊണ്ട് ആ വൈദികൻ പെട്ടെന്ന് ഡോക്ടറുമായിട്ട് ബന്ധപ്പെട്ടു. ഡോക്ടറിൻ്റെ വീട്ടിൽ ചെന്നു. കാര്യങ്ങളെല്ലാം ചോദിച്ചപ്പോൾ ഡോക്ടർ പറയുകയാണ്, അച്ഛാ, എൻ്റെ കുടുംബത്തിൽ 1 വർഷമായി ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാതായിട്ട് ഒത്തിരി തിരക്കുകളാണ്. വൈദികൻ പറഞ്ഞു, ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ കാട്ടിയ അലസതയാണ്, പ്രാർത്ഥനയോട് ജാഗ്രതയിൽ പുലർത്താത്തത് കൊണ്ടാണ്
ഈ തകർച്ച നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വന്നത്. കാരണം പിശാച് പ്രാർത്ഥനയെ ഒഴിവാക്കിക്കൊണ്ട് മനസ്സുകളിൽ ഭയവും ആകുലതയും ഉത്കണ്ഠയും നിറച്ച് വ്യക്തികളുടെ സന്തോഷത്തെയും സമാധാനത്തെയും തല്ലിക്കെടുത്താനായിട്ട് ഇന്ന് പിശാച് തന്ത്രപൂർവ്വം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമുക്ക് ജാഗ്രത വേണം, പ്രാർത്ഥനയിൽ ജാഗ്രത വേണം. ഡോക്ടറിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു, ഡോക്ടറെ ഇങ്ങനെ പോയാൽ പറ്റില്ല, കുടുംബത്തിൽ നല്ല പ്രാർത്ഥന വേണം, നന്നായിട്ട് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. എത്ര തിരക്കുകളുണ്ടെന്ന് പറഞ്ഞാലും കുടുംബ പ്രാർത്ഥന മുടക്കാനായിട്ട് പാടില്ല. ഒരു നല്ല വീടൊക്കെ നന്നായിട്ട് ക്രമീകരിച്ചു, പ്രിയമുള്ളവരെ അവർ ഒരുമിച്ച് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അത്ഭുതകരമായ രീതിയിൽ ദൈവം ആ കുടുംബത്തെ തകർക്കാൻ വന്ന പൈശാചിക ശക്തികളെ ഇല്ലായ്മ ചെയ്തിട്ട് ഡോക്ടറിന് കൂടുതൽ തീക്ഷ്ണതയോടെ പ്രവർത്തിക്കാനായിട്ടുള്ളൊരു ഊർജം പരിശുദ്ധാത്മാവ് കൊടുത്തു. ഈ ഒരു സംഭവം നിങ്ങളോട് പറയുമ്പോൾ പ്രിയമുള്ളവരെ, നമുക്ക് എത്രമാത്രം കഴിവുകളുണ്ടെങ്കിലും മിടുക്കുകളുണ്ടെങ്കിലും ധൈര്യമുണ്ടെങ്കിലും ആരോഗ്യമുണ്ടെങ്കിലും സമ്പത്തുണ്ടെങ്കിലും പ്രാർത്ഥനയോട് ജാഗ്രത പുലർത്താതിരുന്നാൽ പിശാചിൻ്റെ അടിമത്തത്തിൽ നമ്മൾ അകപ്പെടും. എല്ലാം ഒരു നിമിഷം കൊണ്ട് നമുക്ക് നഷ്ടപ്പെടും. എത്ര ധൈര്യമുണ്ടെന്ന് പറഞ്ഞ മനുഷ്യനാണെങ്കിലും എത്ര ആരോഗ്യമുണ്ടെന്ന് പറഞ്ഞ മനുഷ്യനാണെങ്കിലും ഒരു നിമിഷം കൊണ്ട് ഇതെല്ലാം നഷ്ടപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ നിരന്തരം മുടങ്ങാതെ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് ഉള്ളിൽ ഒരു ദൈവീകമായ ബലമുണ്ടായിരിക്കും. അവൻ്റെ കാര്യങ്ങൾ കൃത്യതയോടെ ചെയ്യാനായിട്ടുള്ള ഒരു ആത്മീയ ശക്തി ആ വ്യക്തിയിൽ നിറഞ്ഞു നിൽക്കും. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവരാകാനായിട്ട് ദൈവം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് പ്രാർത്ഥനയിൽ ജാഗ്രതയുണ്ടായിരിക്കണം. ഇന്ന് പല കുടുംബങ്ങളിലെയും തകർച്ചയുടെ പിന്നിൽ പ്രാർത്ഥനയോടുള്ള ജാഗ്രത കുറഞ്ഞതുകൊണ്ടാണ്. കുടുംബ പ്രാർത്ഥനയൊക്കെ അവർ മാറ്റിവെക്കാനായിട്ട് തുടങ്ങി. തിരക്കുകൾ ഏറിയപ്പോൾ മക്കൾക്ക് കൂടുതൽ പഠിക്കാനായിട്ടുണ്ട്. അതുപോലെ തന്നെ തൊഴിൽ മേഖലകളിലുള്ള തിരക്കുകൾ വർദ്ധിച്ചപ്പോൾ ഇവർക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ലാതായി. അതുമൂലം എന്താണ്, കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകാനായിട്ട് തുടങ്ങി, വ്യക്തിബന്ധങ്ങൾ ശിഥിലമാകാനായിട്ട് തുടങ്ങി. പാപത്തിൻ്റെ മ്ലേച്ഛതകൾ ഇന്ന് കുടുംബങ്ങളിൽ കയറുവാനായിട്ട് ഇത് കാരണമായി. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബത്തിലാണ് ഒരുമിച്ചുള്ളൊരു ഐക്യവും സ്നേഹവും നിലനിൽക്കുന്നത്. എത്രത്തോളം നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു അത്രത്തോളം ഹൃദയങ്ങൾ ഐക്യപ്പെടും. അതുകൊണ്ട് പ്രാർത്ഥനയുടെ കാര്യത്തിൽ നമുക്ക് ജാഗ്രതയുണ്ടാകണം. അത് നഷ്ടപ്പെടുവാനായിട്ട് സാധ്യത വരുമ്പോൾ നമ്മൾ നിലപാടുകൾ വ്യക്തമായിട്ടെടുക്കണം. അത് നഷ്ടപ്പെടുത്താൻ പാടില്ല. മറ്റൊരു കാര്യം, വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ജാഗ്രതയുണ്ടാകണം. ഇന്ന് വിശ്വാസത്തെ ചെറുതായി കണ്ടുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികളെ കാണാനായിട്ട് പറ്റും. നല്ല മനുഷ്യരായിട്ട് ഇഷ്ടമുള്ള രീതിയിലൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കാം, സ്നേഹം മാത്രം മതി, വിശ്വാസമൊന്നും വലിയ കാര്യമില്ല എന്ന് വിശ്വാസത്തെ ചെറുതായി കണ്ടുകൊണ്ട് മനുഷ്യൻ സാമൂഹികമായ കാഴ്ചപ്പാടോടുകൂടി സ്നേഹമെന്നുള്ള ചിന്തയ്ക്ക് അടിമപ്പെട്ട് സ്നേഹം മാത്രം മതി, എല്ലാവരോടും സ്നേഹം മതി, ഏത് ജാതിയിൽപ്പെട്ടവനായാലും കുഴപ്പമില്ല, ഏത് മതത്തിൽ വിശ്വസിക്കുന്നവനായാലും കുഴപ്പമില്ല, സ്നേഹത്തിൽ ഇരുന്നു കൊണ്ട് എന്ത് തോന്നിയാസവും കാണിച്ചാലും ഒരു കുഴപ്പമില്ല, ദൈവത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ഏകദൈവ വിശ്വാസത്തിലുള്ള ആ വിശ്വാസത്തെ ഉപേക്ഷിച്ചുകൊണ്ട് നിലപാടെടുക്കുന്ന വ്യക്തികളെ കാണാനായിട്ട് സാധിക്കും. അതുമൂലം തന്നെ കുടുംബ ബന്ധങ്ങളിൽ വ്യക്തിബന്ധങ്ങളിൽ തകർച്ചകൾ ഇന്ന് ഏറി വരുന്നുണ്ട്. തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ് വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ജാഗ്രത ഉണ്ടായിരിക്കണം. കൊറിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 16-ാം അധ്യായം 13-ാം തിരുവചനം, നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവിൻ, പൗരുഷവും കരുത്തും ഉള്ളവരായിരിക്കുവിൻ. പ്രിയമുള്ളവരെ, നമുക്ക് ശ്രേഷ്ഠമായൊരു വിശ്വാസ ജീവിതം ദൈവം തന്നിട്ടുണ്ട്. ഒരു ക്രിസ്ത്യാനിയാകുവാൻ വിളിക്കപ്പെട്ട ഒരു ജീവിതമാണെങ്കിൽ അതിന് വലിയൊരു ശ്രേഷ്ഠതയുണ്ട്. യേശുവിനെ അറിയുവാൻ, യേശുവിനെ സ്നേഹിക്കുവാൻ, യേശുവിൽ വിശ്വസിച്ച് വിശ്വാസ ജീവിതം നയിക്കുവാൻ ദൈവം ഒരു വ്യക്തിക്ക് അവസരം കൊടുക്കുന്നത് ആ വ്യക്തിയുടെ മഹത്വമോ മഹിമയോ കണ്ടുകൊണ്ടല്ല. അത് ദൈവത്തിൻ്റെ വലിയൊരു കാരുണ്യമാണ്. വിശ്വാസം ദൈവത്തിൻ്റെ ദാനമാണ്. ആ വിശ്വാസം ലഭിച്ചു കഴിയുമ്പോൾ നമ്മൾ ആ വിശ്വാസത്തോട് ഒരു ജാഗരൂകത പുലർത്താനായിട്ട് നമുക്ക് സാധിക്കണം. അതല്ലെങ്കിൽ പിശാച് നമ്മളെ വഴിതെറ്റിക്കാനായിട്ടിടയാകും. പിശാച് നമ്മളെ വഴിതെറ്റിക്കുക തന്നെ ചെയ്യും. വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരിക്കലും നീക്കുപോക്ക് പാടില്ല. നാം വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് അതിനോട് ജാഗ്രത പുലർത്തി ജീവിതത്തെ മുന്നോട്ട് നയിച്ചാൽ പ്രിയമുള്ളവരെ നമുക്ക് ഉണർവോടെ ജീവിക്കാനായിട്ട് പറ്റും. വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഉണർങ്ങിക്കഴിഞ്ഞാൽ, നമ്മൾ അലസത കാണിച്ചാൽ പിശാചിന് നമ്മളെ തകർക്കാനായിട്ട് സാധിക്കും. മറ്റൊന്ന് ജാഗരൂകത പുലർത്തേണ്ടത് വ്യാജ പ്രവാചകന്മാരുമായുള്ള ആ കാര്യങ്ങളിൽ നമുക്ക് ജാഗ്രത ഉണ്ടാകണം. വ്യാജ പ്രവാചകന്മാർ പല പ്രവചനങ്ങളുമായിട്ട് കാലഘട്ടത്തിൽ കടന്നു വരും. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 15 ഈശോ തന്നെ ഇത് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജ പ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, ഉള്ളിൽ അവർ കടിച്ചു ചീന്തുന്ന ചെന്നായ്ക്കളാണ്. കാരണം ഉള്ളിൽ പല കാര്യങ്ങളും തിന്മകളും ദുഷ്ടതയും ഒളിപ്പിച്ചു വച്ചുകൊണ്ട് പുറമേ വ്യാജ പ്രവാചകന്മാരായിട്ട് അവതരിപ്പിക്കുന്നവരുണ്ട്. വിഭാഗീയത സൃഷ്ടിക്കുവാൻ, അസ്വസ്ഥത സൃഷ്ടിക്കുവാൻ,
തകർച്ചകൾ സൃഷ്ടിക്കുവാൻ, ക്രിസ്തുവിൽ നിന്ന് വ്യക്തികളെ അടർത്തി മാറ്റുവാൻ വ്യാജ പ്രബോധനങ്ങളുമായിട്ട് വരുന്ന വ്യക്തികളുണ്ട്. സഭയിൽ നിന്ന് അടർത്തി മാറ്റുവാൻ, കൂദാശകളിൽ നിന്ന് വ്യക്തികളെ അടർത്തി മാറ്റുവാൻ വ്യാജ പ്രബോധനങ്ങളുമായിട്ട് കടന്നു വരുന്ന വ്യാജ പ്രവാചകന്മാരെ നമ്മൾ ജാഗരൂകതയോടെ അവരെ തിരിച്ചറിയാനായിട്ടുള്ള നിലപാടെടുക്കണമെന്ന് ദൈവവചനം പഠിപ്പിക്കുകയാണ്. വ്യാജ പ്രവാചകന്മാരുടെ കാര്യത്തിൽ ജാഗ്രതയുണ്ടാകണം. എന്ത് കാര്യങ്ങൾ കേട്ടാലും ആകർഷകമായി തോന്നാം, ഒരു കുഴപ്പമില്ല എന്ന് തോന്നാം, പക്ഷേ നമ്മളത് ജാഗരൂകതയോടെ അത് നോക്കണം. ഇത് വിശ്വാസത്തിൽ വളർത്തുന്നതാണോ? സ്നേഹത്തിൽ, വിശുദ്ധിയിലും ഐക്യത്തിലും വ്യക്തിബന്ധങ്ങളിൽ നന്മയിൽ ജീവിക്കാനായിട്ട് സഹായിക്കുന്നതാണോ? സഭയിൽ നിന്ന് അടർത്തി മാറ്റാൻ കാരണമാകുന്നതാണോ? കൂദാശകളിൽ നിന്ന് അടർത്തി മാറ്റാനായിട്ട് ഈ വ്യാജ പ്രബോധനങ്ങൾ ഇടയാക്കുമോ? ഇതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വ്യാജ പ്രബോധനങ്ങൾ നൽകുന്ന തിന്മയുടെ ശക്തികളോട് ജാഗ്രത പുലർത്താനായിട്ട് കഴിയണം. വീണ്ടും തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയുന്നതിൽ ഒരു ജാഗ്രത നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയാനായിട്ടുള്ളൊരു ജാഗ്രത ഉണ്ടാകണം. അല്ലാതെ ഉറങ്ങി മദ്യപിച്ച് ലക്കുകെട്ട് ലോകത്തിൻ്റെതായിട്ടുള്ള മനോഭാവങ്ങളിൽ ജീവിച്ചു കഴിഞ്ഞാൽ ജാഗ്രത നഷ്ടപ്പെടും. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 3-ാം തിരുവചനം, രാവിലെ നിങ്ങൾ പറയുന്നു ആകാശം ചുമന്നിരിക്കുന്നു, ഇന്ന് കാറ്റും കോളും ഉണ്ടാകും. ആകാശത്തിൻ്റെ ഭാവഭേദങ്ങൾ തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് കഴിയുന്നു, എന്നാൽ കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. പ്രിയമുള്ളവരെ, കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയണം. ഓരോ കാലഘട്ടത്തിലും ചില അടയാളങ്ങൾ ദൈവം തരുന്നുണ്ട്. കാലഘട്ടത്തിൻ്റെ അടയാളങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ ഈ ലോകത്തിലുള്ള ജീവിതം നയിച്ചു പോയാൽ നമ്മൾ പരാജയപ്പെടും. നമ്മൾ ഉറങ്ങിയിരുന്നാൽ നമ്മൾ പരാജയപ്പെടും. കാലഘട്ടത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയുവാൻ ഉണർന്നിരുന്ന് ഇതിനെ കാണുവാനും മനസ്സിലാക്കുവാനുമായിട്ടുള്ള ഒരു ജാഗ്രത ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എപ്പോഴും നിലനിൽക്കണം. കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള തലങ്ങളിൽ പല പ്രശ്നങ്ങൾ, ഓരോ കാലഘട്ടമനുസരിച്ച് വ്യത്യസ്തങ്ങളായ സംഭവങ്ങൾ, പ്രശ്നങ്ങൾ കുടുംബ ബന്ധത്തിൽ, സാമൂഹ്യ ബന്ധങ്ങളിൽ, വിശ്വാസ മേഖലകളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഈ അടയാളങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജാഗ്രതയോടെ നമ്മൾ ജീവിക്കാനായിട്ട് തയ്യാറാകണം. അഞ്ചാമത്, നമ്മൾ അബദ്ധ പ്രബോധനങ്ങളുടെ കാര്യത്തിൽ ജാഗ്രത ഉണ്ടായിരിക്കണം. അബദ്ധ പ്രബോധനങ്ങളുടെ കാര്യത്തിൽ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 11-ഉം 12-ഉം തിരുവചനം, ഞാൻ അപ്പത്തെപ്പറ്റി സംസാരിച്ചതെന്ന് നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ട്? ഫരിസേയരുടെയും സദുക്കായരുടെയും പുളിമാവിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അപ്പത്തിൻ്റെ പുളിമാവിനെ പറ്റിയല്ല, ഫരിസേയരുടെയും സദുക്കാരുടെയും പ്രബോധനത്തെ പറ്റിയാണ് സൂക്ഷിച്ചു കൊള്ളുവാൻ അവൻ അരുൾ ചെയ്തതെന്ന് അവർക്ക് അപ്പോൾ മനസ്സിലായി. ഈശോ അവരോട് പറയുകയാണ്, 5 അപ്പവും 2 മത്സ്യവുമൊക്കെ വർദ്ധിപ്പിച്ച് അത്ഭുതം പ്രവർത്തിച്ചതിന് ശേഷം ഈശോ കടന്നു പോകുമ്പോൾ ഫരിസേയരുടെയും സദുക്കായരുടെയും ഒക്കെ കുടില തന്ത്രങ്ങൾ തൻ്റെ ശിഷ്യന്മാരോട് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുവാനായിട്ട് ഈശോ അവരെ ബോധ്യപ്പെടുത്തുകയാണ്. എന്നാൽ അവർ ആദ്യം തെറ്റിദ്ധരിക്കുന്നുണ്ട്. എന്നാൽ ഈശോ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, അബദ്ധ പ്രബോധനങ്ങളിൽ നിങ്ങൾ ജാഗരൂകത കാണിക്കണം. ഇന്ന് പല അബദ്ധ പ്രബോധനങ്ങൾ ഇന്ന് കടന്നു വരുന്നുണ്ട്. തെറ്റായ പ്രബോധനങ്ങൾ, സഭയുടെ അടിസ്ഥാന സത്യങ്ങൾക്ക് വിരുദ്ധമായുള്ള അബദ്ധ പ്രബോധനങ്ങൾ വരുമ്പോൾ യേശുവിലുള്ള ദൈവത്വത്തിൽ നിന്ന്, യേശുവിലുള്ള വിശ്വാസത്തിൽ നിന്ന്, ഏകസത്യ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നിന്നൊക്കെ അടർത്തി മാറ്റുവാൻ ഇടയാകുന്ന അബദ്ധ പ്രബോധനങ്ങൾ ആരിൽ നിന്ന് വന്നാലും പ്രിയമുള്ളവരെ, നമ്മൾ അവിടെ ജാഗ്രത ഉണ്ടായിരിക്കണം. ജാഗരൂകത അവിടെ പുലർത്താനായിട്ട് കഴിയണം. വീണ്ടും തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്, സാത്താൻ്റെ കുടില തന്ത്രങ്ങളുടെ കാര്യത്തിൽ ജാഗ്രതയുണ്ടായിരിക്കണം. പത്രോസ്ലീഹയുടെ 1-ാം ലേഖനം 5-ാം അധ്യായം 8, നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ ജാഗ്രത ഉണ്ടായിരിക്കണം. മന്ത്രം, തന്ത്രം, കൂടോത്രം, ഏലസ് എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള തിന്മകൾ, സാത്താൻ്റെ കുടില തന്ത്രങ്ങളുമായിട്ട് വ്യക്തികൾ ഇന്ന് ചുറ്റി നടക്കുന്നുണ്ട്. ഇന്ന സ്ഥലത്ത് പോയാൽ പല പ്രശ്നങ്ങൾ മാറ്റിത്തരാം, അല്ലെങ്കിൽ ഇന്നത് വീട്ടിൽ കൊണ്ട് കുഴിച്ചിട്ടാൽ പല പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ മാറും, നല്ല ജോലി കിട്ടും, അല്ലെങ്കിൽ വിവാഹ തടസ്സം മാറും, അല്ലെങ്കിൽ കുടുംബത്തിൽ പ്രശ്നങ്ങൾ മാറിപ്പോകും, നിങ്ങളോടുള്ള ശത്രുതയുടെ ആൾക്കാർക്ക് ആർക്കെങ്കിലുമൊക്കെ ശത്രുതയുണ്ടെങ്കിൽ ആ ശത്രുതയൊക്കെ നീങ്ങിപ്പോകും, അതുകൊണ്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞ് വിശ്വാസത്തിനെതിരായിട്ട് സാത്താൻ്റെ കുടിലതന്ത്രങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന വ്യക്തികൾ നമ്മുടെ ചുറ്റുപാടുകളിൽ കാണാനായിട്ട് സാധിക്കും. അവിടെ അവയോട് ജാഗ്രത ഉണ്ടായിരിക്കണം. വചനത്തിന് നിരക്കാത്തതാണെങ്കിൽ, വിശ്വാസത്തിന് നിരക്കാത്തതാണെങ്കിൽ, നമ്മൾ വിശ്വസിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന കൂദാശകളോട് ഐക്യപ്പെട്ട് മുന്നോട്ട് പോകാൻ സഹായിക്കാത്ത തന്ത്രങ്ങളാണെങ്കിൽ, കുടില തന്ത്രങ്ങളുമായി സാത്താൻ വരുമ്പോൾ നമ്മൾ അതിനെ ആദ്യമേ തന്നെ മാറ്റാനായിട്ടുള്ളൊരു മനോഭാവം ഉണ്ടാകണം. അതിനോട് ജാഗ്രത ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വഴിതെറ്റുകയില്ല. തിരുവചനം വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ഉണർന്നിരിക്കുക,
ജീവിതത്തിൽ ഒരു ഉണർവുണ്ടായിരിക്കണം. ഉണരുക, നിന്നിൽ ആസന്ന മരണനായി അവശേഷിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക. എന്തെന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നിൻ്റെ പ്രവൃത്തികൾ പൂർണ്ണമായും നിർവഹിക്കപ്പെട്ടതായി ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് നീ സ്വീകരിച്ചതും കേട്ടതും എന്തെന്നനുസ്മരിച്ച് അത് കാത്തു സൂക്ഷിക്കുകയും അനുദപിക്കുകയും ചെയ്യുക. ഉണരുന്നില്ലെങ്കിൽ ഞാൻ കള്ളനെ പോലെ വരും. ഏത് സമയത്താണ് ഞാൻ നിന്നെ പിടികൂടുകയെന്ന് നീ അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നമുക്കൊരു ജീവിതം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ആ ജീവിതത്തിൽ ഒരു ഉണർവുള്ളവരായിരിക്കണം. ഉറങ്ങി ലഹരി പദാർത്ഥങ്ങളും ഈ ലോകത്തിലെ സുഖഭോഗങ്ങളുമൊക്കെ ഭക്ഷിച്ച് ഉറങ്ങി മന്ദതയിൽ ഉറക്കത്തിൽ ജീവിച്ചാൽ കർത്താവിൻ്റെ വരവിൽ നമുക്ക് പരാജയം സംഭവിക്കും. ജാഗരൂകത പുലർത്തിയില്ലെങ്കിൽ, ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുന്നില്ലെങ്കിൽ, നമ്മുടെ അധരങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന വാക്കും മനോഭാവങ്ങളും നിലപാടുകളും നമ്മൾ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുന്നില്ലെങ്കിൽ നമുക്ക് പരാജയം സംഭവിക്കും. സുഖലോലുപതയിലും അത്യാസക്തിയിലും ജീവിത വ്യഗ്രതകളിലും നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുത്ത് നമ്മൾ ഉറങ്ങിപ്പോയാൽ നമ്മുടെ ജീവിതത്തിൽ പരാജയമുണ്ടാകും. പ്രാർത്ഥനയിൽ ജാഗരൂകത പുലർത്തിയില്ലെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ വലിയ വലിയ തകർച്ചകൾ, അസ്വസ്ഥതകൾ നമ്മൾ ഏറ്റുവാങ്ങേണ്ടതായിട്ട് വരും. പ്രാർത്ഥനയിൽ ജാഗരൂകതയുണ്ടായിരിക്കണം. കുടുംബ പ്രാർത്ഥനകൾ ഇന്ന് മുടങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ പുനരുദ്ധരിക്കാനായിട്ടുള്ള താല്പര്യമെടുക്കണം. നമ്മുടെ കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥനയുടെ ബലിപീഠം ഉണ്ടായിരിക്കണം. ആ ബലിപീഠം ഇന്ന് ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന അവസ്ഥയാണെങ്കിൽ കുടുംബ പ്രാർത്ഥന ക്രമപ്പെടുത്താനായിട്ടുള്ളൊരു നിലപാടുകൾ എടുക്കണം. കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിട്ട് മതി ബാക്കിയുള്ളത് എന്തുമെന്നുള്ള നിലപാടെടുത്താൽ നിൻ്റെ കുടുംബത്തിൽ ദൈവീകമായൊരു അനുഗ്രഹം നിലനിൽക്കും. അതല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥന അവഗണിച്ച് ആ ബലിപീഠത്തെ തകർത്ത് നീ മുന്നോട്ട് പോയാൽ കുടുംബത്തിലെ വലിയ വലിയ തകർച്ചകൾ നീ തന്നെ ഏറ്റുവാങ്ങേണ്ടതായിട്ട് വരും. വിശ്വാസത്തിൻ്റെ കാര്യത്തിലും വ്യാജ പ്രവാചകന്മാരുടെ കാര്യത്തിലും വ്യാജ പ്രബോധനങ്ങളുടെ കാര്യത്തിലും നിൻ്റെ ജീവിതത്തിൽ ഒരു ജാഗ്രതയുണ്ടായിരിക്കണം. കാലത്തിൻ്റെ അടയാളങ്ങൾ, ചുറ്റുപാട് നടക്കുന്ന സംഭവങ്ങൾ തിരിച്ചറിഞ്ഞ്, കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുവാൻ നിനക്കൊരു ജാഗ്രതയുണ്ടായിരിക്കണം. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, മനുഷ്യജീവിതം ജാഗ്രതയിൽ ജീവിക്കേണ്ടതാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ച കർത്താവെ, ജാഗ്രതയോടെ ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തെയും ഞങ്ങളായിരിക്കുന്ന ജീവിതാവസ്ഥകളെയും കൈകാര്യം ചെയ്യുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങൾക്ക് നൽകണമേ. അലസതയും ഉറക്കവും തിന്മയോടുള്ള ചാഞ്ചാട്ടിലും ഞങ്ങളുടെ ജീവിതത്തെ തകർക്കാതിരിക്കുവാൻ കർത്താവെ, നിൻ്റെ വചനത്താൽ ഞങ്ങളെ വഴി നടത്തണമേ. നിൻ്റെ വചനം ഞങ്ങൾക്ക് പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമായി നിലനിർത്തി ജാഗ്രതയോടെ ഈ ഭൂമിയിലെ ജീവിതത്തെ നയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.